നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളം അങ്ങേയറ്റം വിദ്യാസമ്പന്നരാലും പുരോഗമനവാദികളുമായ മനുഷ്യരുമുള്ള നാടാണ്. ആരോഗ്യരംഗത്ത് എന്നും മുൻപന്തിയിലുള്ള നമ്മുടെ സംസ്ഥാനം പക്ഷേ ഈ മുൻപന്തിയുടെ പിന്നാമ്പുറം കണ്ടിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അതീവ രഹസ്യമായി ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ സർക്കാർ ഡോക്ടർമാർക്ക് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല. അപ്പോൾ സത്യം പറയുന്നവർ എന്ത് ചെയ്യും? മെമ്മോ കൊടുക്കും, നടപടിയെടുക്കും, വായ് മൂടിക്കെട്ടും. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെന്ന്. ഡോക്ടറുടെ നിസ്സഹായതയാണ്, ഒരു രോഗിയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളിയാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ നമ്മുടെ സർക്കാർ അതിനെ എങ്ങനെയാണ് കണ്ടത്? സർക്കാരിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇവിടെ ചെയ്യുന്നത് സർക്കാരിന്റെ കഴിവുകേടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ വിലക്ക് വന്നിരിക്കുന്നത്. സർക്കാർ ആഗ്രഹിക്കുന്നത് അസത്യം മാത്രം പറയുന്ന അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു ആരോഗ്യ മേഖലയെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആഗോള നിലവാരത്തിലുള്ള സ്ഥാപനമാണ്. അവിടെ എല്ലാ ഉപകരണങ്ങളുമുണ്ട്, ലോകോത്തര ഡോക്ടർമാരുണ്ട് എന്നൊക്കെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടിയാണ് ഈ വിലക്ക്. ഒരുപക്ഷെ കുറച്ചു കഴിഞ്ഞാൽ സർക്കാർ ഇങ്ങനെ പറയും: കേരളത്തിലെ എല്ലാ ആശുപത്രികളും അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ്. അവിടെ രോഗങ്ങളില്ല, അസുഖങ്ങളില്ല, മരണവുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അവയവദാന ഏജൻസിയായ കേസോട്ടോ പൂർണ്ണ പരാജയമാണെന്ന് ഡോക്ടർ മോഹൻദാസ് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് മെമ്മോ കിട്ടി. കാരണം കേസോട്ടോ വെറും പരാജയമല്ല, മഹത്തായ പരാജയമാണ്. ഒരു ചെറിയ വിമർശനത്തിന് പോലും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഒരു മൃതസഞ്ജീവനി ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ കേസോട്ടോ എന്ന ഏജൻസി രൂപം കൊണ്ടത്. ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഒരു പ്രസ്ഥാനം. ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? അക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് മെമ്മോ കിട്ടി. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു അലർജി ഉണ്ട്. സത്യം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ സർക്കാരിന് ചൊറിയാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ മന്ത്രിസഭയിലെ ചിലർക്ക് ഈ വിലക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അവർക്കൊക്കെ ഇപ്പോൾ മറ്റു പല കാര്യങ്ങളാണ് പ്രാധാന്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം എങ്ങും ഭീകരവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, NIA കേസെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർമാർ ഇനി പറയേണ്ടി വരും. എന്റെ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ ടേബിൾ ഇല്ലാതിരുന്നപ്പോൾ ആ കാര്യം ഞാൻ ആരോടും മിണ്ടിയില്ല. എന്റെ മന്ത്രിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. നമ്മുടെ ആരോഗ്യ മന്ത്രിക്ക് രോഗികളുടെ ജീവനേക്കാൾ വലുത് സർക്കാരിന്റെ പ്രതിച്ഛായയാണ്. ഒരു ഓപ്പറേഷൻ ടേബിളിന്റെ വില എന്താണ്? അതൊന്നും മിണ്ടിക്കൂടാ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലുള്ളവരുടെ വാക്കുകൾ കേൾക്കാത്ത സർക്കാർ ഒരു ദിവസം രോഗികളുടെ കണ്ണുനീർ കാണും. അന്ന് അവർക്ക് മനസ്സിലാവുമോ? അറിയില്ല. പക്ഷെ മനസ്സിലാക്കണം, ചികിത്സ എന്ത് വെറും ഒരു വാക്ക് മാത്രമല്ല, അതൊരു മനുഷ്യന്റെ ജീവനാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരുപാട് ജീവനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം. സത്യം പറയുന്ന ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.